നിലാക്കീറിലേക്ക് സ്വാഗതം. ആ ന്യായാധിപന് മുമ്പിലെത്തിയ അസാധാരണമായ ഒരു കേസായിരുന്നു അത്. മകൾക്ക് വിവാഹമോചനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അവളുടെ അമ്മയാണ് കോടതിയെ സമീപിച്ചത്. വിവാഹ ജീവിതത്തിൽ അവൾ അത്രയേറെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. മകളോട് അവളുടെ ഭർത്താവ് ചെയ്ത കൊടിയ പീഡനങ്ങൾ ന്യായാധിപനോട് വിവരിച്ചത് അവളുടെ അമ്മയായിരുന്നു. വാദങ്ങൾക്കൊടുവിൽ അവളുടെ അഭിപ്രായം ചോദിച്ച ന്യായാധിപനോട് അവൾ ഇങ്ങനെ പറഞ്ഞു: ശരിയാണ്, ഞാൻ വളരെ വേദനിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഞാനൊരു ബന്ധത്തിലാണ്. വില കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു ബന്ധം സൂക്ഷിക്കാനാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇന്ന് യേശുവിൻ്റെ പെസഹ ആചരണത്തിൻ്റെ സ്മരണ ആഘോഷിക്കുമ്പോൾ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും സമാനമായ പാഠം തന്നെയാണ്. യേശു ശിഷ്യന്മാരുടെ കാലു കഴുകിയതിന് അത്തരം ചില സൂചനകൾ കൂടിയുണ്ട്. എന്തിനായിരുന്നു അപ്പോസ്തലന്മാരുടെ കാലുകൾ യേശു കഴുകിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് വിരുന്നിനിടയിൽ യേശുവിന് നേരിടേണ്ടി വന്ന കുറേയധികം പ്രശ്നങ്ങൾക്ക് അവൻ കണ്ടെത്തിയ പരിഹാരമായിരുന്നു എന്നതാണ്. അതിൽ ചിലത് ഒന്ന് വേഗത്തിൽ സൂചിപ്പിച്ചു പോകാനായി ശ്രമിക്കാം. ഒന്നാമതായി, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞും എടുത്തു വാഴ്ത്തി നൽകിയതിനു ശേഷം തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനെക്കുറിച്ച് വേദനയോടെ യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിക്കുന്ന അപ്പോസ്തലന്മാരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്കിടയിലെ തർക്കത്തിന് ഒരു കാരണമുണ്ടായിരുന്നു. യഹൂദ രീതി അനുസരിച്ച് വിരുന്നിനിരിക്കും മുമ്പ് പാദം കഴുകേണ്ടതുണ്ട്. അവിടെ പരിചാരകന്മാർ ഇല്ലാത്തതുകൊണ്ട് കൂട്ടത്തിലൊരാൾ അത് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് തങ്ങളിൽ കാലു കഴുകേണ്ട ചെറിയവൻ ആരാണ് എന്ന് ഉറപ്പിക്കാൻ അവർ തമ്മിൽ കലഹിച്ചത്. അവരിൽ ആരും കാല് കഴുകാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല. പക്ഷേ യേശു അതിന് മുതിർന്നു. കാരണം സ്നേഹത്തിന് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അഹന്തയോടെ പുറംതിരിഞ്ഞിരിക്കാനാവില്ലല്ലോ. അത് ബന്ധങ്ങളെ സ്വന്തം അഹങ്കാരത്തേക്കാൾ വിലമതിക്കുന്നുണ്ട്. അങ്ങനെയാണ് സംഘർഷം നിറഞ്ഞ ഒരു അത്താഴമേശയെ യേശു കാല് കഴുകിക്കൊണ്ട് സമാധാനത്തിലേക്ക് ക്ഷണിച്ചത്. രണ്ടാമതായി, യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും തന്നെ ഇതിനകം 30 വെള്ളിക്ക് വിറ്റുകഴിഞ്ഞ അയാളുടെ പാദങ്ങൾക്ക് അരികെ അവൻ മുട്ടുകുത്തി. എന്നിട്ട് തന്നെ ഒറ്റിക്കൊടുക്കാനായി ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകാനിരിക്കുന്ന അയാളുടെ പാദങ്ങൾ കഴുകി. കാരണം യൂദാസ് യേശുവുമായുള്ള ബന്ധത്തിൽ നിന്നും പുറത്തു പോകാൻ ശ്രമിക്കുമ്പോഴും യേശു ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിച്ചില്ല. തന്നിൽ നിന്നും ഇറങ്ങിപ്പോകാനിരിക്കുന്നവനെ തൊട്ടിരിക്കാൻ യേശു കണ്ടെത്തിയ വഴിയായിരുന്നു ആ പാദം കഴുകൽ. അത് യൂദാസിന് ചെയ്ത ശുശ്രൂഷ എന്നതിനേക്കാൾ യൂദാസിനെ സ്നേഹത്തോടെ തിരികെ വിളിക്കുന്ന പ്രവൃത്തിയായിരുന്നു. മൂന്നാമതായി, യേശു പരിപൂർണനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. സ്വന്തമെന്ന് കരുതി കൂടെ നടന്നിരുന്നവരിൽ ഒരാൾ ഒറ്റിക്കൊടുക്കുകയും മറ്റൊരാൾ തള്ളിപ്പറയുകയും ബാക്കിയുള്ളവർ ഓടിയുളയ്ക്കുകയും ചെയ്യുമെന്ന വിചാരം യേശുവിനെ വല്ലാതെ ഭാരപ്പെടുത്തിയിട്ടുണ്ടാവും. യേശുവിൻ്റെ ചങ്ക് പിടഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വേദനയുടെ നേരങ്ങളിൽ നാം ചെയ്യുന്നത് പോലെ യേശു അതിനെ കോപമാക്കി മാറ്റിയില്ല. മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരോട് തോന്നിയേക്കുമായിരുന്ന വെറുപ്പിനെ അവൻ കൃപയുടെ പ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തി. തൻ്റെ ഹൃദയം അനുഭവിച്ച അസ്വസ്ഥതയെ ആ പാദക്ഷാളനത്തിലൂടെ യേശു സുഖപ്പെടുത്തുകയായിരുന്നു. വേദനിപ്പിക്കുന്നവരെ ഒഴിവാക്കുന്നതല്ല സ്നേഹമെന്ന്, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ സ്നേഹിക്കുന്നവർ നൽകിയ സങ്കടങ്ങളെ ചികിത്സിക്കാനുള്ള ഒരു വഴി കൂടിയാണെന്ന് യേശു അങ്ങനെ പഠിപ്പിച്ചു. പറഞ്ഞു വച്ചതുപോലെ പാദക്ഷാളനം പ്രശ്നങ്ങൾക്ക് യേശു കണ്ടെത്തിയ ഒരു പരിഹാര മാർഗമായിരുന്നു. പക്ഷേ ചിലതൊക്കെ പഠിപ്പിക്കാനും അതിലൂടെ അവൻ ശ്രമിച്ചിരുന്നു. ബന്ധങ്ങൾ പവിത്രമാണെന്നും വില കൊടുത്തും അത് നിലനിർത്തണമെന്നും യേശു ഓർമ്മിപ്പിച്ചു. സംഘർഷവും തെറ്റിദ്ധാരണയും വിശ്വാസവഞ്ചനയും ബന്ധം ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു കാരണമായി കൂടാ എന്ന് അവൻ പറയുന്നു. വേദനിക്കുമ്പോഴും സ്നേഹിക്കാൻ, അർഹതയില്ലാത്തപ്പോഴും ക്ഷമിക്കാൻ, വിട്ടുപോകാൻ എളുപ്പമായിരിക്കുമ്പോഴും കൂടെയിരിക്കാൻ ശ്രമിക്കണമെന്ന് യേശു ഉപദേശിക്കുകയായിരുന്നില്ല, കാണിച്ചു തരികയായിരുന്നു. കാരണം അവൻ ബന്ധങ്ങളെ ഏറെ വിലമതിച്ചിരുന്നു. വേദനിപ്പിച്ച, തെറ്റിദ്ധരിപ്പിച്ച
ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ നമുക്കുമുണ്ടാകാം. ചിലരെയൊക്കെ വിട്ടുപോകാൻ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ സ്നേഹിക്കാനുള്ള ബലം കാണിക്കണമെന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ആരുടെ കാലുകളാണ് ഞാൻ കഴുകേണ്ടത്? ആരുടെ വിശ്വാസ വഞ്ചനയാണ് ഞാൻ ക്ഷമിക്കേണ്ടത്? ഏതു ബന്ധത്തെ സുഖപ്പെടുത്താനും സംരക്ഷിക്കാനും പുനഃസ്ഥാപിക്കാനുമാണ് യേശു എന്നോട് ആവശ്യപ്പെടുന്നത്? ഈ സന്ധ്യയുടെ ആചരണങ്ങൾ വെറുമൊരു ചടങ്ങായി മാത്രം അവശേഷിക്കാതിരിക്കട്ടെ, മറിച്ച് അതൊരു വിളിയായി മാറട്ടെ. പ്രാർത്ഥിക്കാം. ഈശോയെ, മുറിപ്പെടുമ്പോഴും സ്നേഹിക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കാനും വില നൽകിക്കൊണ്ട് ബന്ധങ്ങളെ നിലനിർത്താനും എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.